We had an apprehension that India will attack. Pakistan has never struck first, but we have the right to self-defense. Let me make it very clear, there are no terrorist camps in Pakistan. നമ്മുടെ ഈ സൂര്യഭഗവാൻ ഇന്നലെ രാത്രി ആകെ ആശയക്കുഴപ്പത്തിലായെന്നാണ് പറഞ്ഞു കേട്ടത്. ആശാൻ കൃത്യസമയത്ത് തന്നെ അസ്തമിച്ചതാണല്ലോ. എന്നിട്ടും പകൽ വെളിച്ചത്തിലെന്ന പോലെ നമ്മുടെ ഈ പാതിരാവിൽ പോലും ടെററിസ്ഥാൻ എങ്ങനെ പ്രകാശിച്ചു നിന്നു. ഇതാണ് സൂര്യന്റെ ആശയക്കുഴപ്പത്തിന് കാരണമായിട്ടുള്ള സംഗതി. ഇനിയിപ്പോൾ അസ്തമിക്കാൻ പോകുന്ന പോക്കിന് തന്റെ കിരണമെങ്ങാനും ഈ ടെററിസ്ഥാനിൽ കൊഴിഞ്ഞു വീണതാണോ എന്ന മട്ടിൽ സൂര്യഭഗവാൻ അല്പം ആശങ്കപ്പെട്ടു പോയെന്നും സംസാരമുണ്ട്. ഇതെല്ലാം കേട്ടറിവാണ്, ഒന്നിനും പോങ്ങേണ്ട സാക്ഷിയല്ല. Pakistan is a victim of terrorism. എന്തായാലും ഭാരതാംബയാണ് സൂര്യഭഗവാനെ സമാധാനിപ്പിച്ചതെന്ന് പോങ്ങനെ വളരെ വ്യക്തമായിട്ട് അറിയാം. അവിടുത്തെ ജനങ്ങളുടെ വെള്ളം കൂടി മുട്ടിച്ചതിലുള്ള, അതായത് നമ്മുടെ ഈ ടെററിസ്ഥാനിലെ ജനങ്ങളുടെ വെള്ളം കൂടി മുട്ടിച്ചതിലുള്ള കുറ്റബോധം മൂത്ത് തന്റെ മക്കൾ, ഭാരതാംബയുടെ മക്കൾ, ഈ ടെററിസ്ഥാന് വെടിമരുന്ന് നിറച്ച മിസൈലുകൾ വയറു നിറയെ കൊടുത്തതാണ് എന്ന് ഭാരതാംബ സൂര്യഭഗവാനോട് പറഞ്ഞു. അതോടെ കിരണനഷ്ടം സംഭവിക്കാത്ത സമാധാനത്തോടുകൂടി സൂര്യഭഗവാൻ ട്രംപൻ നായരുടെ ആകാശത്ത് ജോലി തുടരുകയും ചെയ്തു. പഹൽഗാമിന് ആവശ്യമായിട്ടുള്ള മറുപടി വളരെ കൃത്യതയോടെ അളന്നു തൂക്കിയാണ് ഭാരതം നമ്മുടെ മിസൈലുകളിൽ നിറച്ചത്. ലക്ഷ്യം പറഞ്ഞുകൊടുത്ത് തൊടുത്ത മിസൈലുകൾ വളരെ അനുസരണയോടുകൂടി പറന്നു കൃത്യമായ ലക്ഷ്യത്തിൽ ചെന്ന് തറഞ്ഞു. ലോകമത് കണ്ടു. തലയ്ക്ക് വെളിവുള്ളവർക്ക് കാര്യവും തിരിഞ്ഞു. അതായത് നാടിനെ കൃത്യതയോടെ സമൃദ്ധിപ്പെടുത്താൻ മാത്രമല്ല, രാജ്യവിരുദ്ധ ശക്തികളെ കണിശരയോടുകൂടി സംഹരിക്കാൻ വേണ്ടുന്ന ശക്തിയും ഭാരതം കൈവരിച്ചു കഴിഞ്ഞു എന്നാണ് ലോകം മനസ്സിലാക്കിയത്. നിക്കറൂരി മതനിർണയം നടത്തി ഭാരതീയരെ തിരഞ്ഞുപിടിച്ച് ഇല്ലാതാക്കിയ ഭീകരർക്ക് മറുപടി നൽകാനായി രാജ്യമെടുത്തത് 2 ആഴ്ചയാണ്. ഒന്നേ ഉള്ളൂ അതിനർത്ഥം. നമ്മുടെ രാജ്യം വെച്ചു പുലർത്തുന്ന വൈകാരിക പാകതയുടെ പ്രകടമായിട്ടുള്ള ലക്ഷണമാണത്. നമുക്കുള്ള നഷ്ടം കുറച്ചുകൊണ്ട് കൃത്യമായും കണിശമായും നൽകുന്ന അളന്നു തൂക്കിയുള്ള മറുപടി. നമ്മുടെ രാജ്യത്തെ സേവിക്കാനും സംരക്ഷിക്കാനുമുള്ള അവസരം അർഹമായിട്ടുള്ള കരങ്ങളിൽ തന്നെ ഏൽപ്പിച്ചു എന്ന അഭിമാനം തീർച്ചയായിട്ടും സിന്ദൂരം തൊട്ട് മനസ്സിൽ സൂക്ഷിക്കാനുള്ള അവസരമാണ് സിന്ദൂർ ഓപ്പറേഷനിലൂടെ ഈ മഹാരാജ്യം അതിന്റെ പൗരന്മാർക്ക് നൽകിയിരിക്കുന്നത്. വളരെ നന്ദി, സന്തോഷം, അഭിമാനം. പൂർണ്ണമായോ ഭാഗികമായോ ഹൂറിപദം പൂകിയിട്ടുള്ള മതഭീകരരുടെ എണ്ണം ഒട്ടും തന്നെ എടുക്കേണ്ട കാര്യമില്ല, അതിന്റെ ആവശ്യമില്ല. ഹൂറിപദം പൂകിയവരുടെ എണ്ണത്തിന് യാതൊരു പ്രസക്തിയും ഇവിടെയില്ല. ലക്ഷ്യം മറക്കാതെ തീർത്തും കണിശമായ ഏകാഗ്രതയോടെ സഞ്ചരിച്ച ഭാരതീയ മിസൈലുകൾ ടെററിസ്ഥാനിൽ ചെന്നിട്ടാണ് പൊട്ടിയതെങ്കിലും ആ ഭാരതീയ മിസൈലുകൾ നമ്മുടെ മണ്ണിനെ ഹരിതച്ചോരയിൽ നനയ്ക്കാനാണ് കൂടുതലായും ഉപകരിച്ചതെന്ന വാസ്തവം അത് പോങ്ങൻ കൊണ്ടു നടക്കുന്നുണ്ട് ഉള്ളിൽ. അല്ലെങ്കിൽ അതാണ് വാസ്തവം എന്ന് പോങ്ങൻ മനസ്സിൽ കാണുന്നുണ്ട്, വിശ്വസിക്കുന്നുണ്ട്, ഉറപ്പിക്കുന്നുണ്ട്. ഭാരതത്തെ മതരാഷ്ട്രമാക്കി പാകിസ്ഥാനോട് ചേർക്കുക എന്ന ഉന്നത്തോടെ ഉറങ്ങി ഉണർന്ന് ഉണ്ടൂക്കി ഉണ്ണി ഉൽപാദനം നടത്തിക്കൊണ്ട് ഇവിടെ കഴിയുന്ന മതബാധിതരായിട്ടുള്ള ആഭ്യന്തര പാക് പൗരന്മാരുടെ സിരകളിൽ ഒഴുകുന്ന ഹരിത രക്തമാണ് സിന്ദൂർ ഓപ്പറേഷനിലൂടെ ഈ മണ്ണിൽ കണ്ണീരായി വീണത്, അല്ലെങ്കിൽ വീഴ്ത്തിയത്, രാജ്യം വീഴ്ത്തിയത്. ടെററിസ്ഥാനു വേണ്ടി തുടിക്കുന്ന ഹൃദയത്തോടുകൂടി ഹിന്ദൂരിൽ കഴിയുന്ന മതബാധിതർക്കുള്ള മിസൈൽ വാക്സിൻ മാത്രമാണ് ഈ സിന്ദൂർ ഓപ്പറേഷൻ. പോങ്ങൻ തീർച്ചയായിട്ടും അതിനെ അങ്ങനെയും കൂടി കാണുന്നു. ഏത് നിലയിലും ദുരിതജീവികളായി പോയിട്ടുള്ള പാക് പൗരന്മാർക്ക് ഈ ഒരു സിന്ദൂരം തന്നെ ധാരാളമാണ്. കുടിക്കാനും കുളിക്കാനും ഉണ്ണാനും ഉടുക്കാനും ഒന്നുമില്ലാത്ത ഒരു ജനതയ്ക്കുമേൽ മിസൈൽ വർഷിച്ചാൽ അതവർ അനുഗ്രഹമായി മാത്രമേ അനുഭവിക്കുകയുള്ളൂ. അതിരുകടന്ന ജീവിത ദുരിതത്തിൽ കഴിയുന്ന മനുഷ്യരെ ദൈവങ്ങൾക്ക് പോലും ഭയമാണ്, അല്ലെ? അങ്ങനെ ഒന്ന് ആലോചിച്ചു കഴിഞ്ഞാൽ പോകാൻ പറഞ്ഞത് കിട്ടുമെന്നാണ് എൻ്റെ ഒരു വിചാരം. ഇപ്പോഴത്തെ ജീവിത സാഹചര്യത്തിൽ അവരുടെ മുന്നിലെങ്ങാനും ചെന്ന് പെട്ടുപോയിട്ടുണ്ടെങ്കിൽ പിന്നെ അവർക്കുണ്ടായിരുന്ന ഏക ദൈവം പോലും ചരിത്രമായി പോകും. മിച്ചം വെക്കില്ല ദൈവത്തെ പോലും ഉന്മൂലനം ചെയ്യാൻ പാകത്തിനുള്ള ദുരിതമാണ് പാക് പൗരന്മാർക്ക് അവരുടെ മതസൈന്യവും മതഭരണകൂടവും കൂടി സമ്മാനിച്ചുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് ഇതിൽ കൂടുതൽ സിന്ദൂരം ആ മണ്ണിൽ പുരട്ടുന്നത് തീർച്ചയായിട്ടും ക്രൂരതയാണ്. മിച്ചമുള്ള സിന്ദൂരം നമ്മുടെ നാട്ടിലെ മതബാധിതരായിട്ടുള്ള നാടൻ പാക്കികൾക്കായി മാറ്റിവെക്കണം. നമ്മുടെ ഈ നാടിന്റെ എല്ലാ സമൃദ്ധിയും സ്വാതന്ത്ര്യവും ആസ്വദിച്ചുകൊണ്ട് ഈ മണ്ണിനോട് ഒരു തരി മമത പോലും ഉള്ളിൽ സൂക്ഷിക്കാതെ അപരന്റെ ജീവിതത്തെ പോലും സ്വന്തം മതം കൊണ്ട് ഉപദ്രവിച്ച് സഹജീവിയുടെ സമാധാനം കെടുത്തിക്കൊണ്ട് പൊതുസമൂഹത്തിൽ സ്വന്തം മതവും പ്രദർശിപ്പിച്ച് വേറിട്ട ഒരു തരം മനുഷ്യ സമൂഹം എന്ന പ്രതീതിയോടുകൂടി കഴിയുന്ന സകലർക്കും തിരിച്ചറിവ് നൽകാനായി മിച്ചമുള്ള സിന്ദൂരം പ്രയോഗിക്കണം. ഈ
പേപ്പട്ടി കടിച്ചാൽ കടി കൊണ്ടവരെ ചികിത്സിക്കാതെ കടിച്ച പേപ്പട്ടിയെ മാത്രം പിടിച്ച് കൊന്നിട്ട് എന്ത് കാര്യം? ഒന്നുമില്ല, ഒരു കാര്യമില്ല. മതപ്പട്ടിയുടെ കടി കൊണ്ട് മതപ്പെ ബാധിച്ചവരായി നമ്മുടെ സമൂഹത്തിൽ അങ്ങനെ കഴിയുന്ന ഒരുപാട് ആൾക്കാരുണ്ട്. അവരെ കൂടി ചികിത്സിക്കാനുള്ള സന്മനസ് തീർച്ചയായിട്ടും രാജ്യം കാണിക്കണം. അവരെ സ്വാഭാവിക ജീവിതത്തിലേക്ക് തിരിച്ചു കൊണ്ടുവരണം. മനുഷ്യരായി ജീവിക്കാൻ ആ മതസ്ഥരെ അനുവദിക്കണം. എങ്കിലേ സമാധാനത്തോടു കൂടി ഈ മണ്ണിൽ ജീവിതം കഴിക്കാൻ ഭാരതീയർക്ക് തീർച്ചയായിട്ടും സാധിക്കുകയുള്ളൂ. ഈ മണ്ണിലല്ലാതെ വേറെ എവിടാണ് ഭാരതീയർ പോവേണ്ടത്, ഹൈന്ദവർ പോകേണ്ടത്? ഈ മണ്ണിൽ വന്നും നിക്കുറൂരി നോക്കിയിട്ട് ഹൈന്ദവരാണെന്ന് തിരിച്ചറിഞ്ഞിട്ട് ആളുകളെ ഇല്ലാതാക്കാൻ ശ്രമിക്കുന്ന മതരോഗികൾ, മതഭ്രാന്തന്മാർ നമ്മുടെ അതിരിനപ്പുറത്തുള്ളതുപോലെ തന്നെ അത്തരം ആളുകളെ പ്രോത്സാഹിപ്പിക്കുകയും അതല്ലെങ്കിൽ അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും ചെയ്തുകൊണ്ട് നമ്മുടെ അതിരിനകത്ത് ഒരു കൂട്ടം ആളുകൾ മതബാധിതരായിട്ടുണ്ട് എങ്കിൽ നമ്മൾ എങ്ങനെയാണ് കഴിയുന്നത്? ഈ ലോകത്ത് ഹിന്ദുക്കൾക്ക് പാർക്കാൻ ഈ ഭൂമിയിൽ എവിടാണ് ഒരു മണ്ണുള്ളത്? അല്ലേ? മതബാധ കണ്ടമാനം തീണ്ടിയവർ മതരാഷ്ട്രങ്ങളിൽ പോയി പാർക്കണം. മതമില്ലാത്തവരും മതബാധിതരല്ലാത്തവരും മാനവികരും അങ്ങനെയൊക്കെയുള്ള മനോഭാവം മനസ്സിൽ സൂക്ഷിക്കുന്നതായിട്ടുള്ള സാധാരണ മനുഷ്യർ ജീവിച്ചു മരിച്ചു പോകട്ടെ ഈ മണ്ണിൽ. മതസ്ഥർ വേണ്ടാന്ന് വെക്കണം, മതസ്ഥരെ വാഴിക്കില്ല എന്ന് വെക്കണം. മതസ്ഥരെ, ഏതെങ്കിലും ഒരു മതത്തെ അല്ല, മതസ്ഥരെ. നമ്മുടെ ഈ ടെററിസ്ഥാന് കപ്പലായും വിമാനമായും യുദ്ധസഹായം നൽകാൻ സന്മനസ് കാണിച്ചിട്ടുള്ള ഒരു മതരാജ്യമാണല്ലോ തുർക്കി, അല്ലേ? ആ തുർക്കിക്ക് 10 കോടി രൂപ, അതോ ഡോളറാണോ, 10 കോടി, ഏത് നാണയമായാലും 10 കോടി സാമ്പത്തിക സഹായം നൽകിയ ഒരു കൊച്ചു രാജ്യം ഭാരതത്തിന് അയൽവാസിയായിട്ടുണ്ട്, അല്ലേ? ഈ ഘോരവംശ സുൽത്താനായിട്ടുള്ള ദിമാറ തസ്കരോത്തമൻ അടക്കി ഭരിക്കുന്ന ഘോര മതേതര രാജ്യമായിട്ടുള്ള ചോരളം. അതിബുദ്ധിമാനായിട്ടുള്ള ഒരു സവർണ മതേതര നായരാണ് ചോരള രാജ്യത്തെ ഖജനാവ് മന്ത്രി. ആ മതതുർക്കിയുടെ കാൽച്ചുവട്ടിലുള്ള ഭൂമി ഒന്ന് കുലുങ്ങിയെന്ന് കേട്ടപ്പോഴേ ഖജനാവ് വലിച്ചു തുറന്ന് ധനകാര്യ നായർ 10 കോടി തുർക്കിക്കെടുത്ത് അങ്ങോട്ട് വീശിക്കൊടുത്തു. 10 കോടി. ചോരളത്തിന് തുർക്കിയുമായി ശകലം ചോരബന്ധം പണ്ടേ ഉണ്ടല്ലോ. അതുകൊണ്ട് എനിക്ക് വലിയ അതിശയമൊന്നും തോന്നിയില്ല. ഈ ഘോര മതേതര ചോരള രാജ്യത്തെ ആ മതരാജ്യത്തിൽ തുർക്കിയിൽ കൊണ്ടുപോയി ലയിപ്പിക്കാനായി വാര്യംകുണ്ണൻ എന്ന ഒരു മതരോഗി സ്വല്പം കാഫിർ ചോര പണ്ടവിടെ ഒഴുകിയിട്ടുണ്ടായിരുന്നു. അതാണ് ചോരളവും തുർക്കിയുമായിട്ടുള്ള ചോരബന്ധം. ചോരളത്തിന്റെ 10 കോടിക്ക് ഇരപ്പെട്ട തുർക്കിയാണ് ടെററിസ്ഥാന് കപ്പലും വിമാനവും ഒക്കെ സമ്മാനിച്ചിരിക്കുന്നത്. സത്യത്തിൽ ഈ ടെററിസ്ഥാന്റെ സഖ്യകക്ഷികൾ തന്നെയല്ലേ തുർക്കിയും ചോരളവും ഒക്കെ, അല്ലേ? എല്ലാം പരിഗണിക്കപ്പെടുക തന്നെ വേണം. ഭാരതീയ പൗരത്വത്തോടുകൂടി രാജ്യത്തിനകത്ത് പാർക്കുന്ന ദേശദ്രോഹികളെ മനസ്സിലാക്കാനായി, അല്ലെങ്കിൽ അങ്ങനെ മനസ്സിലാക്കാൻ കൂടി വേണം ഈ സിന്ദൂരത്തെ പ്രയോജനപ്പെടുത്താൻ, ഉപയോഗിക്കാൻ. അത് പറഞ്ഞപ്പോൾ ഒരു കാര്യം കൂടി പറയാം. ഈ സാമുവൽ എന്ന് പറയുന്ന ഒരുവന്റെ പേര് ദുരുപയോഗിക്കുന്ന ഒരു മാത്യുവിനെ പോങ്ങനിപ്പോൾ കണ്ടു. സാമുവലിന്റെ മകനാണെന്ന പ്രതീതി പരക്കെ പരത്തുന്ന നിലയിലാണ് സാമുവേലിന്റെ ആ പേര് അയാൾ തന്റെ പേരിന് വാലാക്കിയിരിക്കുന്നത്, 2ാം നാമമാക്കിയിരിക്കുന്നത്. ആ നാരദബുദ്ധനെ സാമുവേലിന്റെ കുടുംബക്കാർ വളരെ സൂക്ഷിക്കണം. അതുപോലെ ധാരാളം ദേശസ്നേഹികളായിട്ടുള്ള മലയാളികളുടെ പ്രിയത്തിന് പാത്രമായവനുമാണ് ടിയാൻ. എന്തുകൊണ്ടാണ് ദേശസ്നേഹികൾക്ക് ആളുകളെ തിരിച്ചറിയാൻ കഴിയാതെ പോകുന്നത്? ഈ സിന്ദൂർ ഓപ്പറേഷനുമായി ബന്ധപ്പെട്ട് അയാൾ നടത്തിയ ഒരു സംസാരത്തിന്റെ ശകലം പോങ്ങനിപ്പോൾ കേട്ടു, കുറച്ച്. അതിന്റെ വെളിച്ചത്തിൽ പറയാം. രാജ്യത്തോട് യാതൊരു മമതയുമില്ലാത്ത അയാൾ കൗശലക്കാരനായിട്ടുള്ള ഒരു കച്ചവടക്കാരൻ മാത്രമാണ്. അയാളെ ചുമന്നാൽ ചുമക്കുന്നവരുടെ തോളിൽ വരാഹരേതസ് നാറും. അത് ഏറെ ആദരവോടുകൂടിയുള്ള പോങ്ങന്റെ ഒരു മുന്നറിയിപ്പാണ്. തീർച്ചയായിട്ടും അയാളെയും ദേശീയവാദികൾ സമൂലം സൂക്ഷിക്കണം. ജയ് ഹിന്ദ്. നമ്മുടെ ഭാരതം എനിക്ക് പ്രാണൻ തന്ന എൻ്റെ ദൈവമാണ്. ജീവനുള്ള കാലം എൻ്റെ ശരീരവും എൻ്റെ ബുദ്ധിയും എൻ്റെ ചിന്തയും എൻ്റെ മനസ്സും, എൻ്റെ മരണശേഷം തീർച്ചയായിട്ടും എൻ്റെ ആത്മാവും ഈ രാജ്യത്തിന് വേണ്ടി പ്രവർത്തിച്ചു കൊണ്ടേയിരിക്കും. ഈ രാജ്യത്തിന് വേണ്ടി ഇല്ലാതാവേണ്ടി വരികയാണ് എങ്കിൽ പോലും തീർച്ചയായിട്ടും ഞാനത് അഭിമാനമായി, എൻ്റെ ആത്മാവ് വളരെയേറെ അഭിമാനിക്കും. ദേശദ്രോഹികളായിട്ടുള്ള മനുഷ്യരോട് ഈ നാട്ടിൽ നമ്മുടെ മണ്ണ്, ആ മണ്ണിൽ വേരൂന്നിക്കൊണ്ട്, നമ്മുടെ മണ്ണിൽ വേരൂന്നിക്കൊണ്ട്, ഈ രാജ്യത്തിൻ്റെ മണ്ണിൽ വേരൂന്നിക്കൊണ്ട് നമ്മുടെ മനുഷ്യ ജീവിതത്തിന് പച്ചപ്പ് നൽകുന്ന, നമ്മുടെ അന്തരീക്ഷ വായു ശ്വസിച്ചുകൊണ്ട് പ്രാണൻ നിലനിർത്തിക്കൊണ്ടിരിക്കുന്ന, ഈ രാജ്യത്തിൻ്റെ എല്ലാ സൗകര്യങ്ങളും ഉപയോഗിച്ചുകൊണ്ട് വളരുന്ന ഏതൊരു മനുഷ്യനും
ഈ മണ്ണിനോട് കൂറു പുലർത്തുക എന്ന് പറയുന്നത് അവൻ്റെ ഒരു ജന്മകടമ തന്നെയാണ്. അതിന് എന്തിൻ്റെ പേരിലും, രാഷ്ട്രീയമോ മതമോ ഒന്നിൻ്റെ പേരിലും ഒരാവശ്യം വരുന്ന സമയത്ത് രാജ്യത്തിന് എതിരെ ചിന്തിക്കുകയോ പ്രവർത്തിക്കുകയോ രാജ്യത്തിനെതിരെ എന്ന് പറയുന്ന ഒരു പ്രതീതി സൃഷ്ടിക്കുന്ന നിലയിൽ അഭിപ്രായ പ്രകടനം നടത്തുകയോ ചെയ്യുന്നത് തീർച്ചയായിട്ടും അംഗീകരിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല. അതുകൊണ്ട് ദേശദ്രോഹികളായിട്ടുള്ള എല്ലാ നായിൻ്റെ മക്കളോടും കടുത്ത വിയോജിപ്പ് രേഖപ്പെടുത്തിക്കൊണ്ട് പോങ്ങൻ ഈ സംസാരം ഇവിടെ അവസാനിപ്പിക്കുന്നു. അടുത്ത വീഡിയോയിലൂടെ വീണ്ടും കാണാം. അടുത്ത സംസാരത്തിലൂടെ നമുക്ക് വീണ്ടും കേൾക്കാം. ജയ് ഹിന്ദ്. ഭാരതം ജയിക്കട്ടെ. ഭാരതീയർ ജയിക്കട്ടെ. ജാതി മത വർഗ വർണ്ണ പ്രായ രാഷ്ട്രീയ ലിംഗഭേദം കൂടാതെയുള്ള സകല ഭാരതീയരും ജയിക്കട്ടെ. നന്മകൾ.